ലോകത്തെ മാറ്റിമറിക്കാൻ ശ്രമിക്കുന്നത് വിഡ്ഢിത്തം. അത് അസാധ്യവുമാണ്. പക്ഷേ ലോകത്തെ മാറ്റിമറിക്കാൻ ഒരു എളുപ്പവഴിയുണ്ട്. നാം മാറുക. അപ്പോൾ നമുക്ക് ചുറ്റിനുമുള്ള ലോകവും പരിവർത്തന വിധേയമാകും. ഭഗവാൻ ബാബ ലോകത്തിന് നൽകുന്ന സന്ദേശവും ഇതാണ്. സ്വയം മാറുക, ലോകത്തെ മാറ്റുക. ഇങ്ങനെ സ്വയം മാറാനുള്ള വഴികളെക്കുറിച്ച് ശ്രീ സത്യസായി പബ്ലിക്കേഷൻ സൊസൈറ്റി പ്രസിദ്ധീകരിച്ച പ്രൊഫസർ ഇ മുകുന്ദൻ്റെ മാറാം നമുക്ക് മാറ്റാം എന്ന പുസ്തകത്തിൽ നിന്നും. എങ്ങനെയാണ് സേവനം? വളരെ വ്യക്തമായി ഭഗവാൻ അരുളുന്നു, സേവനം നിങ്ങളുടെ സൗകര്യമനുസരിച്ചായിരിക്കരുത്, മറിച്ച് സേവനം വേണ്ടയാളുടെ ആവശ്യത്തിന് അനുസരിച്ചായിരിക്കണം. ഉറക്കമില്ലാതെ കഷ്ടപ്പെടുന്ന ഒരു രോഗിയുണ്ടായിരുന്നു. ഡോക്ടർ അയാൾക്ക് ഉറങ്ങാനുള്ള മരുന്ന് കൊടുക്കാൻ നഴ്സിനെ ചുമതലപ്പെടുത്തി. രാത്രി 10 മണിയായപ്പോഴാണ് നഴ്സ് ആ കാര്യം ഓർത്തത്. ഗുളിക കൊടുക്കാൻ മറന്നുപോയി. അവർ തിടുക്കത്തിൽ ഗുളികയുമായി വാർഡിലെത്തി. രോഗി നല്ല ഉറക്കം. അവർ അയാളെ കുലുക്കി ഉണർത്തി. രോഗി പിടഞ്ഞെഴുന്നേറ്റ് കാര്യം തിരക്കി. ഇതാ ഉറക്കം വരാനുള്ള ഗുളിക, ഇത് കഴിച്ചിട്ട് സുഖമായി ഉറങ്ങിക്കൊള്ളൂ. ഈ നഴ്സിൻ്റെ ഔചിത്യബോധത്തെക്കുറിച്ച് എന്ത് പറയണം? സേവനം സ്വീകരിക്കപ്പെടുന്നവൻ എന്നും സേവനം സ്വീകരിക്കുന്ന അവസ്ഥയിൽ നിലനിൽക്കത്തക്ക വിധം നാം സേവനം ചെയ്യരുത്. ഇന്നല്ലെങ്കിൽ നാളെ അയാളെ സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കണം. ക്രിസ്തു അരുളും പോലെ മീൻ പിടിച്ചു കൊടുക്കുന്നത് നല്ലത്. പക്ഷേ അതിനേക്കാൾ നന്ന് മീൻ പിടിക്കാൻ പഠിപ്പിക്കുന്നതാണ്. കാരണം മീൻ പിടിക്കാൻ പഠിച്ചാൽ അയാൾ സ്വയം പര്യാപ്തതയിലായി. അല്ലെങ്കിൽ നാം ഒരു അടിമയെ കൂടി സൃഷ്ടിക്കുകയായിരിക്കും ചെയ്യുന്നത്. ഒരു സംഭവം കേൾക്കൂ. ഒരിക്കൽ സ്കൂൾ ക്യാൻറ്റീനിൽ വെച്ച് ഒരു 10ാം ക്ലാസ്സുകാരന് ഗുരുതരമായി പൊള്ളലേറ്റു. ഉടൻ തന്നെ കുട്ടിയെ ആശുപത്രിയിലാക്കി. വിശദമായി പരിശോധിച്ച ശേഷം വിദഗ്ധർ പറഞ്ഞു, കുട്ടി രക്ഷപ്പെടാൻ വളരെ ബുദ്ധിമുട്ടാണ്. 80% പൊള്ളലേറ്റിട്ടുണ്ട്. കുട്ടി ആശുപത്രിയിൽ തന്നെ തുടരാൻ ഡോക്ടർമാർ നിർദ്ദേശിച്ചു. വേദന കുറച്ചുള്ള മരണമെങ്കിലും കൊടുക്കാമല്ലോ എന്നായിരുന്നു അവരുടെ കണക്കുകൂട്ടൽ. ആ കുട്ടിയുടെ ക്ലാസ് ടീച്ചറിന് ഈ വാർത്ത വലിയ ഷോക്കായിരുന്നു. ക്ലാസ്സിലെ മിടുക്കന്മാരിൽ ഒരുവനായിരുന്നു അവൻ. അവർ പിറ്റേ ദിവസം മുതൽ സ്കൂൾ വിട്ടാൽ ആശുപത്രിയിലെത്തും. വലിയ പരീക്ഷയ്ക്ക് 1 മാസം കൂടിയേ ഉള്ളൂ. ആ ടീച്ചർ കിടക്കയ്ക്കരികിലിരുന്ന് അവനെ പഠിപ്പിക്കുവാൻ തുടങ്ങി. മരണക്കിടക്കയിൽ ഇനി എന്ത് പഠിപ്പിക്കൽ എന്ന് പലരും ചിന്തിച്ചു. പക്ഷേ ആരും എതിർത്തില്ല. 1-2 ദിവസം കഴിഞ്ഞതോടെ കുട്ടിയുടെ നില വളരെ വേഗത്തിൽ മെച്ചപ്പെടാൻ തുടങ്ങി. ഡോക്ടർമാർക്ക് അത്ഭുതമായിരുന്നു ഈ വസ്തുത. 3 ആഴ്ച കൊണ്ട് ആശുപത്രി വിടത്തക്ക വിധം കുട്ടി സുഖപ്പെട്ടു. ഏതായാലും ഈ അത്ഭുതം അവർ വിശദമായ പഠനത്തിന് വിധേയമാക്കി. അവർ എത്തിച്ചേർന്ന നിഗമനം രസകരവും അതേസമയം വിസ്മയകരവുമായിരുന്നു. ഗുരുതരമായി പൊള്ളലേറ്റ താൻ മരിക്കുമെന്ന് തന്നെ കുട്ടി വിശ്വസിച്ചിരുന്നു. പക്ഷേ പിറ്റേ ആഴ്ച മുതൽ ടീച്ചർ വന്ന് പരീക്ഷയ്ക്ക് വേണ്ടി സ്നേഹപൂർവ്വം പഠിപ്പിക്കുവാൻ തുടങ്ങിയപ്പോൾ കുട്ടിയുടെ ചിന്ത മറ്റൊരു വഴിക്ക് തിരിഞ്ഞു. എനിക്ക് ഇനിയും ആയുസ്സുള്ളത് കൊണ്ടല്ലേ ടീച്ചർ ഇപ്പോഴും എന്നെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്? അല്ലെങ്കിൽ ഇതിനായി ഇത്ര മെനക്കെടില്ലല്ലോ. അപ്പോൾ തനിക്ക് ഇനിയൊരു ജീവിതമുണ്ട്.
തൻ്റെ ജീവിതകാര്യത്തിൽ ടീച്ചർക്ക് ഉറപ്പുണ്ട് എന്ന ചിന്ത അവനിൽ നവോർജം പകർന്നു. ത്വരിതഗതിയിലുള്ള രോഗശമനത്തിന് വഴിവെച്ചത് ഈ അനുകൂല മനോഭാവമായിരുന്നു, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. ഒരു ക്യാൻസർ വാർഡിൽ നടന്നതായി പറയപ്പെടുന്ന സംഭവം കേൾക്കൂ. ഒരേ തരം രോഗമുള്ള 2 ക്യാൻസർ രോഗികൾ. 2 ഡോക്ടർമാർ ഇവരെ കേസ് സ്റ്റഡി എന്ന വിധം ഏറ്റെടുത്തു. ചികിത്സയും തുടങ്ങി. 5-6 മാസം കഴിഞ്ഞപ്പോൾ ഇതിൽ ഒരു രോഗിക്ക് രോഗശമനം പ്രകടമാകാൻ തുടങ്ങി. ഇതറിഞ്ഞ് മറ്റേ ഡോക്ടർക്ക് അത്ഭുതം. അദ്ദേഹം ആദ്യത്തെ ഡോക്ടറോട് അദ്ദേഹം കൊടുക്കുന്ന മരുന്നിൻ്റെ പേര് ചോദിച്ചു. ഇപ്പോ എന്ന മരുന്നാണ് കൊടുക്കുന്നതെന്ന് മറ്റേ ഡോക്ടർ പറഞ്ഞു. താൻ കൊടുക്കുന്നതും അതുതന്നെ. പിന്നെ എന്തുകൊണ്ട് തൻ്റെ രോഗിക്ക് അസുഖം കുറഞ്ഞില്ല എന്നായി ഇദ്ദേഹം. അതിന് ആദ്യ ഡോക്ടർ നൽകിയ ഉത്തരം ഇതായിരുന്നു: ഞാൻ ഇപ്പോ എന്ന മരുന്ന് തിരിച്ചിട്ടാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അതായത് ഇപ്പോ എന്നത് തിരിച്ചിട്ടാൽ ഹോപ്പ് എന്നാണ്. മരുന്നിനൊപ്പം ഞാൻ പ്രതീക്ഷയും കൂടി കൊടുത്തുവെന്ന് സാരം. ഇത് തന്നെയാണ് സ്വാമി അരുളുന്ന മരുന്നും മന്ത്രവും. മന്ത്രം എന്നത് പ്രതീക്ഷയെയും ഈശ്വരാനുഗ്രഹത്തെയും സൂചിപ്പിക്കുന്നു. സേവനത്തിന് ഇറങ്ങുന്ന നാം പ്രതീക്ഷയോടെ പ്രതീക്ഷ വിതച്ചുകൊണ്ട് വേണം കർമ്മരംഗത്തിറങ്ങാൻ. പൊതുപ്രവർത്തനത്തിന് ഇറങ്ങുമ്പോൾ തെറ്റുപറ്റാം. ഇത് മനുഷ്യ സഹജം. തെറ്റ് ആവർത്തിക്കുന്നതാണ് നിന്ദ്യം. ഒരിക്കൽ മദ്യത്തിനടിമപ്പെട്ട ഒരു യുവാവിനോട് എങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെ അടിമയായത് എന്ന് ഒരാൾ തിരക്കി. അയാൾ പറഞ്ഞു, ഒരു പാർട്ടി നടന്നപ്പോൾ വെറുതെ ഒരു രസത്തിന് വേണ്ടി കുടിച്ചു. അന്ന് തലയ്ക്ക് വെളിവില്ലാതെ എന്തൊക്കെയോ വിളിച്ചുകൂവി. പിന്നെ ഉറങ്ങിപ്പോയി. ഉണർന്നപ്പോൾ വീട്ടിൽ. കൂട്ടുകാർ ആരോ എത്തിച്ചതാണ്. സമീപം കോപതാപങ്ങളോടെ ഭാര്യ. ആകെ ലജ്ജയായി. ഭാര്യയെ അഭിമുഖീകരിക്കാൻ വിഷമം. ഈ വല്ലാത്ത അവസ്ഥയിൽ നിന്നും കരകയറുവാൻ ധൈര്യം കിട്ടുവാൻ അന്നും കുടിച്ചു. കുടിച്ചപ്പോൾ ധൈര്യം വന്നു. മത്തിറങ്ങുമ്പോൾ വീണ്ടും ജാള്യം. ജാള്യം മറയ്ക്കാൻ പിന്നെയും കുടിച്ചു. അങ്ങനെ ചങ്ങലക്കണ്ണിയിൽ പെട്ടു. പിന്നെ അയാൾക്ക് രക്ഷപ്പെടാനായില്ല. തെറ്റ് ചെയ്തു പോയ പലരെയും കുറ്റപ്പെടുത്താതെ നല്ല വഴി കാണിക്കാൻ നാം തയ്യാറായാൽ അതവരെ രക്ഷപ്പെടുത്തും. തെറ്റുപറ്റിയവർ അത് ആവർത്തിക്കാതിരിക്കുവാനും ശ്രമിക്കണം. ദക്ഷിണാഫ്രിക്കയിൽ ഒരാചാരമുള്ളതായി കേട്ടിട്ടുണ്ട്. തെറ്റ് ചെയ്ത ഒരാളെ നാട്ടുമൂപ്പൻ ഗ്രാമത്തിലെ പൊതുവഴിയിൽ നിർത്തും. അയാളുടെ ചുറ്റിനും ഗ്രാമീണർ കൂടി നിൽക്കും. പിന്നീട് മൂപ്പൻ അയാൾ ഇതേവരെ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ ഒന്നൊന്നായി ഉറക്കെ പറഞ്ഞ് എല്ലാവരെയും കേൾപ്പിക്കും. അയാൾ ചെയ്ത ഒരു തെറ്റുപോലും അപ്പോൾ പരാമർശിക്കുകയില്ല. ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്ത താൻ എങ്ങനെ ഈ തെറ്റ് ചെയ്തു പോയി എന്നായിരിക്കും ഇതൊക്കെ കേൾക്കുമ്പോൾ അയാളുടെ ചിന്ത. ഈ ചിന്ത അയാളിൽ ആഴത്തിലുള്ള മനപരിവർത്തനത്തിന് തുടക്കം കുറിക്കുന്നു. അങ്ങനെ കൂട്ടം തെറ്റാൻ ഒരുങ്ങിയ ആ ആളിനെ അവർ കൂട്ടത്തിലാക്കും. ഒരു നല്ല വാക്ക്, നോട്ടം, പുഞ്ചിരി ഇവയ്ക്ക് പലരെയും പലതിൽ നിന്നും രക്ഷിക്കാൻ സാധിക്കും. പലപ്പോഴും നാം രക്ഷപ്പെട്ടിട്ടുള്ളതും ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് ആത്മവിശകലനം ചെയ്താൽ ബോധ്യപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും പൊറുക്കുവാനും നാം ബാധ്യസ്ഥനാണ്. ഒരിക്കൽ ഒരു ധനികൻ കൊച്ചുമകൻ്റെ പിറന്നാളിന് സാധുക്കൾക്ക് വസ്ത്രവും പണവും വിതരണം ചെയ്തു.
സാധുക്കൾ ആനന്ദത്തോടെ അതെല്ലാം വാങ്ങിക്കൊണ്ടുപോയി. പിറ്റേ ദിവസം ഒരു പാവപ്പെട്ടവൻ ധനികൻ്റെ വീട്ടിലെത്തി കൈനീട്ടി. ധനികന് കോപം ജ്വലിച്ചു. ഇന്നലെ നിനക്ക് ഇഷ്ടം പോലെ തന്നതല്ലേ, എന്നും എങ്ങനെയാ തരിക? ഒരു പക്ഷേ പലപ്പോഴും നമുക്കും പറയാൻ തോന്നിയിട്ടുള്ള ഒരു വാചകമായിരിക്കും ഇത്. ഒരു നിമിഷം ആലോചിക്കൂ, നാം ഭഗവാനോട് എന്തൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്, എന്നും ആവശ്യപ്പെടുന്നു. ഇന്നേ വരെ ഭഗവാൻ നമ്മളോട് ചോദിച്ചിട്ടുണ്ടോ എന്നും എങ്ങനെ തരുമെന്ന്? അങ്ങനെ ചോദിച്ചാൽ നമ്മുടെ സ്ഥിതി എന്തായിരിക്കും? ശ്രദ്ധീശ്വരൻ നൽകിയ ഉപദേശം ശ്രദ്ധിക്കൂ. ആരെങ്കിലും നിന്റെ നേർക്ക് കൈ നീട്ടിയാൽ അത് വെറുതെ നീട്ടുന്നതല്ല. നീയുമായി എന്തോ ഒരു കണക്ക് അയാൾക്കുണ്ട്. അതിനാൽ നിന്റെ കൈവശമുണ്ടെങ്കിൽ കൊടുക്കുക, ഇല്ലെങ്കിൽ മനസ്സാ ഭഗവാനോട് ക്ഷമ പറയുക. നീ നായയെപ്പോലെ അയാളോട് കുരയ്ക്കരുത്. ബാംഗ്ലൂർ വൈറ്റ്ഫീൽഡിൽ ഭഗവാൻ ദർശനത്തിനെത്തി മടങ്ങുന്ന സമയം ഒരു വിദേശി കുറച്ച് ഉറക്കെ സായിരാം എന്ന് വിളിച്ചു. ഭഗവാൻ തിരിഞ്ഞു നോക്കി, പുഞ്ചിരിച്ചു. പിന്നെ സമീപം ചെന്നു എന്തെന്ന് തിരക്കി. അദ്ദേഹം പ്രാർത്ഥിച്ചു, സ്വാമി, സ്വാമിയുടെ മനസ്സ് എനിക്ക് 10 നിമിഷത്തേക്ക് തരൂ. അത് വേണ്ട ബംഗാരു, ഭഗവാൻ വാത്സല്യത്തോടെ അരുളി. പക്ഷേ ആ ഭക്തൻ്റെ പ്രാർത്ഥന തീവ്രമായിരുന്നു. അപ്പോൾ ഭഗവാൻ അയാളുടെ ശിരസിൽ സ്പർശിച്ചു. അടുത്ത നിമിഷം അയാളുടെ മുഖം വിവശനായി. പിന്നെ അതിയായ പരിഭ്രമത്തോടെ, കടുത്ത അസ്വസ്ഥതയോടെ ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി, സായിരാം സ്വാമി, ഇത് മാറ്റൂ, മാറ്റൂ. അതിദയനീയമായ ആ അപേക്ഷ തുടർന്നപ്പോൾ ഭഗവാൻ അയാളെ ഒന്നുകൂടി സ്പർശിച്ചു. അതോടെ അയാൾ ശാന്തനായി. പക്ഷേ എന്തോ വലിയൊരു അത്യധ്വാനം കഴിഞ്ഞെന്ന പോലെ അയാൾ തീർത്തും തളർന്നുപോയിരുന്നു. വൈകുന്നേരം ഭഗവാൻ ദർശനത്തിനെത്തി. വിദേശി ഭക്തനെ സമീപം ചെന്നു, പുഞ്ചിരിച്ചു. അയാൾ തിരിച്ച് ചിരിക്കാൻ പോലും അശക്തനായിരുന്നു. സ്വാമിയുടെ നിർദ്ദേശപ്രകാരം അയാൾ രാവിലെ സംഭവിച്ചത് വിവരിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ലോകം മേൽപ്പറഞ്ഞ സംഭവം അറിഞ്ഞത്. അദ്ദേഹം തുടർന്നു, ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ സ്വാമി തൃക്കരം എൻ്റെ ശിരസിൽ വെച്ചു. ആ നിമിഷം ഈ ഹോളും ജനങ്ങളും നേർത്ത് ഇല്ലാതായിപ്പോയി. ലോകം മുഴുവനും അപ്പോൾ എനിക്ക് ദൃശ്യമായതുപോലെ ലോകത്തുള്ള ഓരോരുത്തരും ഈശ്വരനോട് ഓരോ കാര്യങ്ങൾക്കായി കേഴുന്നു, അതിദയനീയമായി നിലവിളിക്കുന്നു. ലോകമെമ്പാടുമുള്ള ദുഃഖിതരുടെ, പീഡിതരുടെ, രോഗികളുടെ നിലവിളി എൻ്റെ ചെവിയിൽ തുടർച്ചയായി മുഴങ്ങിത്തുടങ്ങി. എനിക്ക് സമനില നഷ്ടപ്പെട്ടു. ഈ ദുഃഖപ്രപഞ്ചം എൻ്റെ തല പിളർക്കുമെന്ന് തോന്നിപ്പോയി. ഞാൻ അതാണ് ഉടൻ തന്നെ സ്വാമിയോട് സഹായത്തിനായി പ്രാർത്ഥിച്ചത്. അപാര കരുണാമൂർത്തിയായ ബാബ എന്നെ പൂർവ്വസ്ഥിതിയിലാക്കി എന്നിൽ കൃപ ചൊരിഞ്ഞു. തുടർന്ന് ഭഗവാൻ പറഞ്ഞു, നിങ്ങൾക്കാർക്കും മനസ്സിലാകാത്ത ഭാവത്തിൽ വെള്ളത്തിൽ കിടക്കുന്ന വള്ളമെന്ന പോലെ നിങ്ങൾക്കിടയിൽ ഈ ദുഃഖസാഗരത്തിൽ എന്നെ അതിനൊന്നും സ്പർശിക്കാൻ അനുവദിക്കാതെ നിങ്ങൾക്കായി പുഞ്ചിരിയും തൂകി ഞാൻ നീങ്ങുകയാണ്. ഈ സംഭവം നമുക്ക് ഒരു കാഴ്ചപ്പാട് കൂടി നൽകുന്നുണ്ട്. ഈശ്വരൻ പുഞ്ചിരിക്കുന്നുണ്ടെങ്കിലും ആ പുഞ്ചിരിയുടെ പിന്നിൽ തൻ്റെ കോടിക്കണക്കിന് മക്കളുടെ ദുഃഖം കൂടി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. പ്രേമപൂർവം
സേവനം ചെയ്യുന്നവൻ്റെ കരങ്ങൾ ഈശ്വരൻ്റെ കരങ്ങൾ തന്നെയാണ്. ഈശ്വരൻ തന്നെയാണ് അവരിലൂടെ അത് ചെയ്യുന്നത്. ഇക്കാര്യം നാം മനസ്സിലാക്കും. ഒരു ഉദാഹരണം കൊണ്ട് ഇക്കാര്യം വ്യക്തമാക്കാം. 6 മക്കളുള്ള ഒരമ്മ. രാത്രിയിൽ ഇളയ കുഞ്ഞിന് പനി വന്നു. അമ്മ എഴുന്നേറ്റ് കുഞ്ഞിനെ തോളിലിട്ട് താരാട്ടുപാടി ഉറക്കാൻ ശ്രമിക്കവേ മറ്റൊരു കുട്ടി ഉണർന്നു എന്ന് കരുതുക. ആ കുട്ടിയും കരയാൻ തുടങ്ങി. പാവ അമ്മ എന്തു ചെയ്യും? അപ്പോൾ മൂത്ത മകൻ ഉണർന്ന് എഴുന്നേറ്റ് കരയുന്ന ഒരു കുട്ടിയെ പരിചരിക്കാനും ഉറക്കാനും സഹായിക്കുകയാണെന്ന് കരുതുക. എന്തായിരിക്കും അപ്പോൾ അമ്മയുടെ മനോനില? തൻ്റെ മൂത്ത മകനെ ഓർത്ത് എന്തൊരു അഭിമാനവും സന്തോഷവുമായിരിക്കും ആ അമ്മയ്ക്കുണ്ടാവുക. മാത്രമല്ല, സ്വന്തം ഉറക്കം കളഞ്ഞ് കൊച്ചനുജനെ പരിചരിക്കുന്ന മൂത്ത മകനിൽ അമ്മ അറിയാതെ അമ്മയുടെ വാത്സല്യവും ഒഴുകും. മകൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടതിലുള്ള വിഷമവും അമ്മയ്ക്കുണ്ടാകും. ഇതുതന്നെയാണ് സായി മാതാവിൻ്റെയും നില. സ്വാമി സ്വയം പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഞാൻ നിങ്ങളുടെ അമ്മയാണ്. 1000 അമ്മമാരുടെ പ്രേമം നിറച്ചിട്ടുള്ള അമ്മ. ലോകമാതാവിൻ്റെ മക്കളാണ് നാം എല്ലാം. നമ്മിൽ ഒരുവൻ്റെ ദുഃഖം അസ്വസ്ഥനാക്കുന്നത് ആ മാതൃഹൃദയത്തെയാണ്. സഹചര്യെ പരിചരിക്കുമ്പോൾ ആനന്ദിക്കുന്നത്, ആശ്വസിക്കുന്നത് ആ മാതൃഹൃദയമാണ്. അപ്പോൾ ആ കൃപാദൃഷ്ടി വീഴുന്നത് പരിചരണത്തിൽ, സേവനത്തിൽ വ്യാപൃതരാകുന്ന നമ്മിലാണ്. അതുകൊണ്ടാണ് ആചാര്യന്മാർ ഉപദേശിക്കുന്നത്, ഈശ്വര ബുദ്ധ്യാ നീ സേവനം ചെയ്യുക. പ്രേമമയി സായിമാ, ജ്ഞാനമയി സായിമാ.